ഹലോ. സോ ഗൈസ്, അങ്ങനെ ഒരാഴ്ചത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് കാലം അടിപൊളിയായിട്ട് അൽഹംദുലില്ലാ നല്ല രീതിക്കൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. സോ ഇപ്പോൾ എനിക്ക് നടക്കുമ്പോൾ അങ്ങനെ വലിയ പെയിനും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇന്ന് എൻ്റെ ഒരു വൈകുന്നേര ദിവസം കണ്ടല്ലോ. സോ വീട്ടിൽ ഞാനും വലിയമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മയും കുഞ്ഞുമൊക്കെ കൂടി ജസ്റ്റ് ഒക്കെ ഒന്ന് ഡോക്ടറിനെ കാണാൻ വേണ്ടി പുറത്ത് പോയേക്കണായിരുന്നു. സോ എനിക്ക് ഈ ബ്രൗണി ഇരുന്നാലും കുറേ ദിവസമായിട്ട് ഇങ്ങനെ ക്രേവിങ്സ് വന്നുകൊണ്ട് എൻ്റെ അനിയത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ നല്ല അടിപൊളിയായിട്ട് ബ്രൗണീസൊക്കെ ഉണ്ടാക്കും. സോ അവൾ ബ്രൗണി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചായക്ക് കടിയായിട്ട് ആ ബ്രൗണിയും കഴിച്ച് ഞങ്ങൾ ഇരിക്കണമായിരുന്നു കേട്ടോ. സോ ഈ ബ്രൗണി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കൊറിയർ കാരണം കോൾ വന്നിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം ഉള്ള കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാനൊന്ന് ഓർഡർ ചെയ്തായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. സോ പാത്രം കഴിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ചെന്ന് ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ എൻ്റെ ഫസ്റ്റ് കൊളാബ് എനിക്ക് കിട്ടി ഗൈസ്. അതും നല്ല അറിയപ്പെടുന്ന ബ്രാൻഡിൽ നിന്ന്. ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. സോ എന്ത് പ്രൊഡക്റ്റാണെന്നൊന്ന് ഗെസ് ചെയ്യട്ടെ. ഗെസ് ചെയ്തിട്ട് ഇൻഷാല്ലാ ഞാനൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. സോ ഫസ്റ്റ് കൊളാബറേഷൻ കിട്ടിയോണ്ടിട്ട് തന്നെ അതിൻ്റെ നല്ല ഹാപ്പിനെസ് എൻ്റെ മുഖത്തുണ്ടിട്ട് തന്നെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് നോക്കി എന്താണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം എൻ്റെ തലങ്ങാണി കവർ നല്ലോണം കീറിയിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് തയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ തയ്ക്കാനൊന്നും അറിയില്ല. അങ്ങനെ തയ്ക്കാൻ അറിയില്ല. കുറച്ച് അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് തലങ്ങാണി കവർ എടുത്ത് പോയതാണ് ഗൈസ്. തയ്ക്കാൻ തുടങ്ങിയപ്പോൾ വീല് കറങ്ങണില്ല. എന്തൊക്കെ ചെയ്തിട്ടും വീല് കറങ്ങണില്ല. അങ്ങനെ കുറേ നേരത്തെ ഞാനിട്ട് കറക്കി കറങ്ങൂല എന്ന് പറഞ്ഞപ്പോൾ വല്യമ്മ പറഞ്ഞു, മോളെ ഇങ്ങോട്ട് മാറി ഞാൻ തയ്ച്ചു തരാമെന്ന്. ഞാൻ പറഞ്ഞു, ഉമ്മ എനിക്കറിയാം, എനിക്ക് തയ്ക്കാൻ നല്ലോണമൊക്കെ അറിയാതെ അറിയില്ല. ലാസ്റ്റ് എനിക്ക് ഉമ്മയുടെ സഹായം തന്നെ വിളിക്കേണ്ടെന്ന്. ഒരു രക്ഷയില്ല, വീല് കറങ്ങണില്ല. ഉമ്മ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ബോഗെയിൻ കേസിൽ നൂല് ഉടുപ്പി കുടുങ്ങിയിട്ടാണ് തയ്ക്കാൻ പറ്റാത്തത്. സോ ഉമ്മ അതൊക്കെ ക്ലിയർ ചെയ്താന്ന്. ഞാൻ അടിപൊളിയായിട്ട് തലങ്ങാണി കവറൊക്കെ തയ്ച്ച് തലങ്ങാണി കവർ ഇട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമായി. കാരണം എന്നെക്കൊണ്ട് അറിയില്ല അത് എൻ്റെ കെട്ടിയോൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ അത് കാണട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഓർത്തത് കുറച്ച് പെൻഡിങ് വർക്ക്സും കൂടി ബാക്കിയുണ്ടായിരുന്നു. സോ ലാപ്പ് എടുത്ത് അത് വേഗം ചെയ്ത് ഞാൻ പിന്നെ ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കുളിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ വേഗം പോയി ഒന്ന് ജസ്റ്റ് മേലൊക്കെ കഴുകി. ഞാൻ എപ്പോഴെപ്പോഴും സ്കിൻ കെയർ ഒക്കെ ചെയ്യണ ടൈപ്പൊന്നുമല്ല കേട്ടോ. പക്ഷേ ഞാൻ ഇടയ്ക്ക് ടൈമൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. സോ എനിക്കന്ന് കൊളാബാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു കുക്കുമ്പർ ജെൽ. അത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാൻ അത് ഇടയ്ക്ക് എൻ്റെ ഫേസിലൊക്കെ തേക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ ഫേസിൽ തേച്ച് ഈ ഒരു മെനക്കെട്ട ലിപ് ബാം തുറക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കുറച്ച് എസ്തെറ്റിക്കായിട്ട് നല്ല ഭംഗിക്കൊക്കെ തുറക്കാന്ന് വിചാരിച്ചപ്പോൾ സമ്മതിക്കില്ല സാധനം. ഞാൻ എന്നിട്ട് തൊണ്ട വെച്ച് കടിച്ചങ്ങോട്ട് പൊട്ടിച്ച്. അല്ലാണ്ട് വേറൊരു വഴിയില്ല, തുറന്ന് വന്നില്ല. അങ്ങനെ ഞാൻ ലിപ് ബാമൊക്കെ ഇട്ട് കുറച്ച് നേരം ഫ്രഷൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ മഹിരിമിനെ നേരായ കൊണ്ടിട്ട് വീട്ടിൽ ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണല്ലോ, വീട്ടിൽ ചന്ദനത്തിരി കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് മറ്റേ ആ സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ മണമൊക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ പുകയ്ക്കൂല. ആ സാധനമൊക്കെ കത്തിച്ച് മുറ്റത്തൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് മുടിയൊക്കെ സുന്ദരിയായി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.